വയനാട്ടിലെ കോൺഗ്രസ് നേതാവ് എൻ വിജയന്റെ ആത്മഹത്യ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. ഇതോടൊപ്പം 3 അനുബന്ധ കേസുകളും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. വിവരങ്ങളുമായി അർജുൻ PS ചേരുകയാണ്. അർജുൻ, വയനാട്ടിലെ കോൺഗ്രസ് നേതാവ് എൻ വിജയന്റെ ആത്മഹത്യയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം വരികയാണ്. വിവരങ്ങൾ. ദിലീപ, ഇത് സംബന്ധിച്ച ജാമ്യാപേക്ഷ കോടതിയിൽ നിലനിൽക്കെ ഈ ഒരു വാദം തുടരുന്നതിനിടയ്ക്കാണ് ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം കൂടി ഈ എൻ വിജയന്റെ ആത്മഹത്യയിൽ വരുന്നത്. ഇപ്പോൾ IC ബാലകൃഷ്ണൻ അടക്കമുള്ളവർ നൽകിയ ജാമ്യാപേക്ഷയിൽ വാദം ഈ വയനാട് കോടതിയിൽ തുടരുകയാണ്, കൽപ്പറ്റ കോടതിയിൽ തുടരുകയാണ്. ഏകദേശം 4 മണിയോടെ അതിന്റെ വിധി ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനിടയ്ക്കാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണവും ഇതിനെതിരെ വന്നിട്ടുള്ളത്. അതായത് എൻ വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ വഞ്ചനാക്കുറ്റം, ഈ ബാങ്കുകളിൽ നിയമനം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളെ വഞ്ചിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് 3 പേർ കേസ് നൽകിയിരുന്നു. അതിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ആ കേസ് ഏറ്റെടുത്തിരിക്കുന്നത്. അതായത് പത്രോസ് താളൂർ, സായുജ്, ഷാജി എന്നിവരാണ് ഇത്തരത്തിൽ പോലീസിൽ കേസ് നൽകിയിട്ടുണ്ടായിരുന്നത്. അതായത് തങ്ങളുടെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങുകയും പിന്നീട് നിയമനം നൽകാതെ തങ്ങളെ വഞ്ചിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള കേസാണ് ഈ പോലീസിന് കൊടുത്തിരുന്നത്. ഇതേ തുടർന്ന് വിജിലൻസും ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. എൻ വിജയന്റെ ആത്മഹത്യയും ക്രൈംബ്രാഞ്ചിന്റെ പരിധിയിൽപ്പെടും. അതേ തുടർന്ന് ഈ വഞ്ചനാ കുറ്റം ഇതും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിജിലൻസും പോലീസും ഇപ്പോൾ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ഈ 2 വിഷയവുമായി ബന്ധപ്പെട്ട് ഈ 2 വിജിലൻസും പോലീസും അന്വേഷിക്കുന്നതിനിടയ്ക്കാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം കൂടി കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഉയരുന്നത്. ഇതുവരെയും ഇപ്പോൾ വാദം നടക്കുമ്പോഴും ഇതുവരെയും IC ബാലകൃഷ്ണനൊന്നും വയനാട്ടിൽ എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത്. ഈ കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ചില്ലെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിയിലെത്തി ജാമ്യം നേടാവുന്നതാണ്. അതുവരെ പോലീസ് സാധാരണ കാത്തിരിക്കാറുണ്ട്. പക്ഷേ ഒരു രാഷ്ട്രീയ പ്രശ്നമായതുകൊണ്ട്, ഒരു രാഷ്ട്രീയ വിഷയം അടക്കമുള്ളത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ MLA IC ബാലകൃഷ്ണനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കാം പോലീസിന്റെ മോട്ടീവ് എന്നിരിക്കെ, അതുകൊണ്ടായിരിക്കാം IC ബാലകൃഷ്ണൻ ഇപ്പോഴും പുറത്തു വരാതെ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ പോലും പുറത്തു വരാതെ മറ്റൊരു സ്ഥലത്ത് നിൽക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്രമല്ല ഇത് MLA IC ബാലകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്ന് എന്ന് പറയുന്നത്. മാത്രമല്ല അതോടൊപ്പം തന്നെ DCC പ്രസിഡന്റ്, വയനാട്ടിലെ DCC പ്രസിഡന്റ് അച്ചപ്പൻ, KK ഗോപിനാഥ് തുടങ്ങിയവരുടെ ജാമ്യാപേക്ഷയും ഇപ്പോൾ കോടതി പരിഗണിച്ചു വരികയാണ്. അത്തരത്തിലുള്ള കടുത്ത വാദം തന്നെ ഈ കോടതിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. IC ബാലകൃഷ്ണന്റെ അഭിഭാഷകൻ ഇതിൽ പറയുന്നത് ഒരു ബ്ലാക്ക് മെയിൽ നടത്തുവാൻ വേണ്ടിയാണ് ഈ കത്ത് ഇപ്പോൾ പുറത്തുവിട്ടത് എന്നടക്കമുള്ള വാദമാണ് IC ബാലകൃഷ്ണന്റെ ഭാഗം ഉന്നയിച്ചിട്ടുള്ളത്. അതായത് 10 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഒരു കത്ത് പുറത്തുവിട്ടത്, ഒരു ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവിട്ടത്. അതെങ്ങനെ ആത്മഹത്യാക്കുറിപ്പാകും? ഇത് ബ്ലാക്ക് മെയിൽ ആണ് എന്ന തരത്തിലുള്ള വാദം വരെ കോടതിയിൽ നടന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വലിയ പ്രതിവാദങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു കേസ് ഈ ക്രൈംബ്രാഞ്ച് കൂടി ഏറ്റെടുക്കുന്നത്. നിലിമ. അർജുൻ, ഈ IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ഈ പ്രതികൾക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യത എത്രത്തോളമാണ്? കൽപ്പറ്റ സെഷൻസ് കോടതിയിലാണല്ലോ വാദം പുരോഗമിക്കുന്നത്. നമ്മുടെ ഈ ഒരു കേസ് നോക്കുമ്പോൾ കൃത്യമായി തന്നെ ജാമ്യം കിട്ടുക എന്ന് പറയുന്നത് അത്ര സുഖമായി ഇവർക്ക് ജാമ്യം കിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വക്കീലുമായി സംസാരിച്ചപ്പോഴും നമുക്ക് അത്തരത്തിലാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തിനാൻ തന്നെയും കോടതിയുടേതാണ് അന്തിമ വിധി. കോടതി ഏകദേശം 4 മണിയോട് തന്നെ ഈ വിധി പ്രസ്താവിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായി തന്നെ അതിൽ എഴുതിയിട്ടുണ്ട് IC ബാലകൃഷ്ണന്റെയും അതുപോലെ തന്നെ ND അപ്പച്ചന്റെയും അടക്കം പേരുകൾ ഈ കത്തിൽ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെയെങ്കിൽ തന്നെയും പ്രതിഭാഗം ബാധിക്കുന്നത് ഈ IC ബാലകൃഷ്ണൻ അടക്കമുള്ള വക്കീൽ വാദിക്കുന്നത് ഇപ്രകാരമാണ്: ഇത് ഒരു ഫേക്ക് കേസ് ആകാനാണ് സാധ്യത. മാത്രമല്ല ഈ തങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ, അതായത് തന്റെ കക്ഷിയെ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള ഒരു മുന്നൊരുക്കമാണ് പ്രോസിക്യൂഷന്റേത് എന്ന് അടക്കമുള്ള ഒരു വാദമാണ് ഇത്തരത്തിൽ ഈ പ്രതിവാദം വക്കീൽ ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വലിയ രീതിയിലേക്ക് വാദപ്രതിവാദം നീണ്ടുപോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ ജാമ്യം ലഭിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായി ജാമ്യം ലഭിക്കുകയില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനാൽ തന്നെയും ഒരു അരമണിക്കൂറിനുള്ളിൽ 4 മണിയോടുകൂടി തന്നെ ഇതിന്റെ വാദം പൂർത്തിയാവുകയും എന്താണ് വിധി എന്നുള്ളത് പ്രഖ്യാപിക്കുകയും ചെയ്യും. അതിനുശേഷം ഈ വിധി IC ബാലകൃഷ്ണനെതിരെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് IC ബാലകൃഷ്ണൻ ഇപ്പോഴും ഈ വയനാട്ടിൽ എത്താത്തതും മറ്റൊരു സ്ഥലത്ത് തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴുള്ളത് തിരുവനന്തപുരത്ത് തന്നെയാണ് IC ബാലകൃഷ്ണൻ ഉള്ളതെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ND അപ്പച്ചൻ അതുപോലെ തന്നെ KK ഗോപിനാഥ് ഇവരും ഈ പ്രദേശത്ത് ഈ വയനാട്ടിൽ ഇല്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരമുള്ളത്. ഇവരുടെ ഫോണുകളിലേക്ക് അടക്കം വിളിക്കുമ്പോഴും ഇപ്പോഴും
നമുക്ക് ഇവരെ ലഭ്യമല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ഒരു ആ ഒരു തരത്തിലേക്ക് ചിന്തിച്ചിട്ടാവാം, അതായത് തങ്ങൾക്ക് ജാമ്യം കിട്ടാൻ വിരളമാണ് എന്നുള്ളത് ചിന്തിച്ചുകൊണ്ടാവാം IC ബാലകൃഷ്ണൻ അടക്കമുള്ളവർ ഇപ്പോഴും വയനാട്ടിൽ വരാത്തത്. അതിനിടയ്ക്കാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തെ അടക്കം പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം കൂടി വരുന്നത്. അതായത് കോൺഗ്രസ് നേതൃത്വം ഉൾപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ അടക്കം ഈ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഈ വഞ്ചനാ കുറ്റം ചുമത്തി, അതായത് അർബൻ ബാങ്ക്, ബത്തേരി അർബൻ ബാങ്ക്, കാർഷിക വികസന ബാങ്ക്, ഈ ശരി അർജുൻ, നമുക്ക് കാത്തിരിക്കാം 4 മണിയോടെ IC ബാലകൃഷ്ണൻ അടക്കമുള്ള പ്രതികളുടെ കാര്യത്തിൽ ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള വിവരങ്ങൾ കൽപ്പറ്റ സെഷൻസ് കോടതിയിൽ നിന്നും പുറത്തുവരും. അർജുനാണ് ഇതുവരെയുള്ള സമഗ്ര വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തത്.